ഫിലിം ഗാരേജിന്റെ അബ്രഹാം ഓസ്ലർ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ജനുവരി 11 തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഇമോഷണൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ജയറാം നായകനെത്തിയ അബ്രഹാം ഓസ്ലർ. ചിത്രം 5 ദിവസങ്ങൾ പിന്നിട്ട് 6ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അബ്രഹാം ഓസ്ലറിന്റെ ഏറ്റവും പുതിയ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മൺഡേ ടെസ്റ്റ് സിനിമ പാസ്സായിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ആദ്യ വീക്കെൻഡ് പൂർത്തിയാക്കിയതിനു ശേഷമുള്ള 5ാം ദിവസമായി ഇന്നലത്തെ തിങ്കളാഴ്ച ദിവസത്തെ അബ്രഹാം ഓസ്ലർ കേരള കളക്ഷൻ പുറത്തു വരുമ്പോൾ 1,40,00,000 രൂപയാണ് ഇന്നലെ സിനിമ കേരളത്തിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 12,95,00,000 രൂപ, അതായത് 13 കോടിയോളം രൂപ 5 ദിവസങ്ങൾ കൊണ്ട് അബ്രഹാം ഓസ്ലർ ലോകമെമ്പാട് നിന്നും നേടിയെടുത്തിരിക്കുകയാണ്. ഇനി വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും 22 കോടിയോളം രൂപ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് 5ാം ദിവസമായ ഇന്നലെ ഏകദേശം 2 കോടിക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ ലഭ്യമായി എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ 24 കോടി രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ 5 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ഇന്നത്തോടെ ജയറാം നായകനെത്തിയ സിനിമ 25 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ 4 ദിവസങ്ങൾ കൊണ്ട് 25 കോടി സിനിമ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തു എന്ന് പറഞ്ഞ സിനിമയുടെ അണിയറ പ്രവർത്തകർ പോസ്റ്റ് എല്ലാം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ആ കളക്ഷൻ ശരിയല്ലേ എന്നൊരു ചോദ്യം നമ്മുടെ കമന്റ് ബോക്സിൽ കാണുന്നുണ്ട്. എന്നാൽ നാം ഫോളോ ചെയ്യുന്നത് നിലവിൽ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കളക്ഷനാണ്. നിലവിൽ അബ്രഹാം ഓസ്ലറിന്റെ ഒഫീഷ്യൽ കളക്ഷനും ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കളക്ഷനും തമ്മിൽ 2-3 കോടി രൂപയുടെ വ്യത്യാസമുണ്ട് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ഇന്നത്തോടെ മാത്രമേ 6ാം ദിവസത്തോടെ മാത്രമേ 25 കോടി വേൾഡ് വൈഡ് കളക്ഷൻ അബ്രഹാം ഓസ്ലർ കടക്കുകയുള്ളൂ. ഇതിനിടയിൽ ജയറാം നായകനെത്തിയ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക കൂടി കാമിയോ റോളിൽ എത്തിയിരുന്നല്ലോ. അബ്രഹാം ഓസ്ലർ ഈ ലെവലിലേക്ക് കളക്ഷൻ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം മമ്മൂക്കയാണ് എന്ന് പറയണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥനയുമായിട്ട് ആരാധകർ കമന്റ് ബോക്സിൽ ആദ്യ ദിവസം മുതൽ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ആ അഭ്യർത്ഥന സ്വീകരിച്ചിരിക്കുകയാണ്. പക്ഷെ മമ്മൂക്കയുടെ സ്റ്റാർഡം കൊണ്ടാണ് അബ്രഹാം ഓസ്ലർ ഈ ലെവൽ കളക്ഷൻ നേടിയെടുത്തത് എന്ന് എപ്പോഴും പറയേണ്ട ആവശ്യമൊന്നും തന്നെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം നമുക്കെല്ലാം തന്നെ അറിയാം, മമ്മൂക്ക ഒരു മിന്നായം പോലെ ഒരു സിനിമയിൽ കണ്ടാൽ പോലും ആ സിനിമ ബോക്സ് ഓഫീസിൽ കോടികൾ നേടിയിട്ടേ കളം പിടിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ അബ്രഹാം ഓസ്ലർ പോലൊരു സിനിമയിൽ ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടറായിട്ട് ആദ്യ ദിവസം മുതൽ തന്നെ പല റിവ്യൂസിലും നാം കണ്ട മമ്മൂക്ക ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അബ്രഹാം ഓസ്ലർ 50 അല്ല 100 കോടിയെല്ലാം തന്നെ നേടിയെടുക്കാനായിട്ട് കെൽപ്പുണ്ട്. കാരണം മമ്മൂക്കയുടെ സ്റ്റാർഡം എല്ലാം തന്നെ വേറെ ലെവലാണ് എന്ന് മമ്മൂക്ക സിനിമകളിലൂടെ നാം കണ്ട് പരിചയിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ അബ്രഹാം ഓസ്ലറിന്റെ ഫൈനൽ കളക്ഷനും മമ്മൂക്കയുടെ പവർ തെളിയിക്കുന്നൊന്നായി മാറും എന്നാണ് നാം വിശ്വസിക്കുന്നത്. പ്രേക്ഷകരുടെ സിനിമയെക്കുറിച്ചുള്ള പ്രഡിക്ഷൻസ് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ.